സിന്ധു സൂര്യകുമാറിനെ അടിച്ചു പുറത്താക്കണം. എന്തിന്? അതായത് സെലിബ്രിറ്റി മാധ്യമപ്രവർത്തകരെന്ന് സ്വയം അവകാശപ്പെടുന്ന CPM-ഉം സുഡാപ്പികളും കൊങ്ങികളും ആരാധിക്കുന്ന സിന്ധു സൂര്യകുമാർ തെറ്റ് മനസ്സിലാക്കി മാപ്പ് പറയാൻ തയ്യാറായിരിക്കുന്നു. ഇത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ അങ്ങനെ ഒരു സംഭവമില്ല. സിന്ധു സൂര്യകുമാറിനെ സംബന്ധിച്ച് അവർ പറഞ്ഞതിൽ എന്ത് തെറ്റ് എന്ന് അവർക്കിപ്പോഴും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. ഒരുപാട് പേർ പറയുന്നത് കേട്ടിട്ടുണ്ട്, മാധ്യമരംഗത്തിൽ എനിക്ക് 25 വർഷത്തെ പാരമ്പര്യമുണ്ട്, അല്ലെങ്കിൽ മാധ്യമരംഗത്ത് എനിക്ക് 25-30 വർഷത്തെ പ്രവർത്തന പരിചയമുണ്ട്. ഇതിൽ പ്രവർത്തന പരിചയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇന്റേൺഷിപ്പിന് പഠിക്കുന്ന കുട്ടികൾ പോലും മാധ്യമരംഗത്തെ കാണുന്നത് എങ്ങനെയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇപ്പോഴത്തെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾ നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനം കൂടുതൽ തിരഞ്ഞെടുക്കുന്നവരാണ്. സിന്ധു സൂര്യകുമാർ അടക്കമുള്ള ചില മാധ്യമ പ്രവർത്തകരെ പോലെ BJP എന്ന് പറയുന്ന പാർട്ടിയുടെ വളർച്ച കാണുമ്പോൾ അസൂയ മൂത്ത് കിളി പോകുന്നവരല്ല. സിന്ധു സൂര്യകുമാർ അടക്കമുള്ള ചില മാധ്യമ പ്രവർത്തകർക്ക് BJPയുടെ വളർച്ച വളരെ അസൂയപ്പെടുത്തുന്നുണ്ട്. എന്തിനാണ് BJPയുടെ വളർച്ച അവരെ അസൂയപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചാൽ, BJP 2014 മുതൽ ഇന്ത്യയിൽ അവർ അധികാരം പിടിച്ചത് മുതൽ ഇന്ത്യയുടെ വികസനം വലിയ രീതിയിൽ മാറുന്നുണ്ട്. ആ മാറ്റം ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി തന്നെ അലഹബാദിൽ ഒരു സമ്മേളനത്തിൽ അല്ലെങ്കിൽ ഒരു പരിപാടിക്കിടെ പറയുകയുണ്ടായി, ഏറ്റവും കൂടുതൽ അടിപേരുകൾ ഗുജറാത്തിൽ കോൺഗ്രസിനുണ്ട് എങ്കിലും കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന പകുതി പേരും BJPക്കാരാണ് എന്നുള്ളത്. ആ സത്യം രാഹുൽ ഗാന്ധി മനസ്സിലാക്കിയിട്ടും ഇന്ന് കേരളത്തിലിരിക്കുന്ന സിന്ധു സൂര്യകുമാർ മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ്. കേരളത്തിൽ അനുദിനം വളരുന്ന പാർട്ടി ഏതാണ് എന്ന് ചോദിച്ചാൽ അത് BJP ആണ് എന്ന് നിസ്സംശയം ഏത് എതിരാളികൾക്കും പറയാൻ കഴിയുമെന്നുള്ളതാണ്. 19% വോട്ട് ഷെയറിൻ്റെ വളർച്ചയാണ് BJPക്ക് കേരളത്തിൽ ഉണ്ടാകുന്നത്. എന്നിട്ടും സിന്ധു സൂര്യകുമാറിന് എന്താണ് BJPയോട് ഇത്ര ചൊറിച്ചില്ലെന്ന് ചോദിച്ചാൽ, സിന്ധു സൂര്യകുമാർ അടക്കമുള്ള മാധ്യമങ്ങൾക്ക് സത്യം വിളിച്ചു പറയാൻ വല്ലാത്തൊരു മടിയാണ്. എന്താണ് ഇവിടുത്തെ പ്രശ്നം? നമ്മളൊക്കെ ചർച്ച ചെയ്തതാണ്. കുംഭമേളയാണ് സിന്ധു സൂര്യകുമാറിനെ ചൊറിച്ചിലുണ്ടാക്കിയത്. കുംഭമേള തകരും, കുംഭമേളയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. യോഗി ആദിത്യനാഥ് എന്ന ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയെ കുറേ ആളുകൾ ചീത്ത വിളിക്കും, കുറേ ആളുകൾ വിമർശിക്കും. കുംഭമേളയുടെ പേരിൽ ഒരുപാട് അനധികൃത അല്ലെങ്കിൽ അതിക്രമങ്ങൾ ഉണ്ടാകും, അക്രമങ്ങൾ ഉണ്ടാകും എന്നൊക്കെ പ്രതീക്ഷിച്ച ഇടതുപക്ഷ ചിന്താഗതിക്കാരായ മാധ്യമ പ്രവർത്തകർക്ക് അതിനൊന്നുമുള്ള അവസരം ഉത്തർപ്രദേശിൽ നിന്ന് കിട്ടിയില്ല. അപ്പോൾ കുംഭമേള കഴിഞ്ഞപ്പോൾ 64 കോടി ജനങ്ങൾ വന്നുപോയി. കുംഭമേള നടത്തുന്നത് BJP സർക്കാരോ കോൺഗ്രസ് സർക്കാരോ ഇനി CPM ആകട്ടെ, അതൊരു വിഷയമുള്ള കാര്യമല്ല. ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ആത്മീയ സംഗമം നടക്കുമ്പോൾ അതിലേക്ക് ജാതി മത ഭേദമന്യേ രാഷ്ട്രീയം പോലും മറന്നുകൊണ്ട് പലരും അതിലേക്ക് പോകുമ്പോൾ, ഗംഗാസ്നാനം ചെയ്യുമ്പോൾ അവർക്കൊക്കെ ഉണ്ടാകുന്ന ഊർജം, അല്ലെങ്കിൽ അവരൊക്കെ വിശ്വസിക്കുന്ന ഒരു മോശം, അല്ലെങ്കിൽ അവരൊക്കെ അംഗീകരിക്കുന്ന ഒരു കൂട്ടായ സംഗമം, നേതൃപാടവം, ആത്മീയത, ഇതൊക്കെ നമുക്ക് അവരോട് ചെയ്യരുത് എന്ന് പറയാൻ ഒരിക്കലും കഴിയില്ല. ഇപ്പോൾ സിന്ധുവിനെ നാളെ ഇപ്പോഴത്തെ ചൊറിച്ചിലൊന്ന് മാറ്റാനായി ഗംഗയിൽ പോയി കുളിക്കണം എന്ന് വിചാരിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ പോകണം, കുളിക്കണം. എന്നിട്ട് നിങ്ങളുടെ മനസ്സിലെയും ശരീരത്തിലെയും അസൂയയും വെറുപ്പും ശത്രുതയും അത്തരം മനോഭാവങ്ങൾ കഴുകിക്കളയാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്യണം. കാരണം സിന്ധു സൂര്യകുമാർ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകരെ കേൾക്കാനിരിക്കുന്ന കുറേ പുതിയ മാധ്യമ പ്രവർത്തകരുണ്ട്. അവരുടെ മനസ്സിലേക്ക് നിങ്ങൾ എന്തിനാണ് ഇങ്ങനത്തെ വിഷം കുത്തിവെക്കുന്നത്? കേരളത്തിൽ 10 പേരെടുത്താൽ 9 പേരും കുംഭമേളയ്ക്ക് പോകുന്നവരാണ് എന്ന് പറയുന്നതിൽ നിങ്ങൾ അഭിമാനിക്കുക. കാരണം ഇത് ഏത് പാർട്ടിയോ നടത്തട്ടെ, ഏത് പാർട്ടിയോ അവിടെ ഭരിക്കട്ടെ, അതല്ല, ഇത്രയും പേർ നമ്മുടെ രാജ്യത്ത് വരുന്നു, ഇത്രയും പേരുടെ ഒരു സംഗമം നമ്മുടെ രാജ്യത്ത് ഉണ്ടാകുന്നു, അത് ലോകം തന്നെ ഉറ്റുനോക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യയാണ് മാഡം അവിടെ നമ്പർ 1 ആകുന്നത്. അത് ബിസിനസ്സോ PR വർക്കോ PR ഏജൻസികൾ എടുത്തെടുത്ത് നടത്തുന്ന വർക്കോ എന്തോ ആകട്ടെ, നമ്പർ 1 ആകുന്നത് ഇന്ത്യയാണ് എന്ന് നിങ്ങൾ മറന്നുപോയി എന്നുള്ളതാണ്. ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യയുടെ ഉപ്പും ചോറും തിന്നുകൊണ്ട്
എങ്ങനെയാണ് നിങ്ങൾക്ക് ഇന്ത്യയെക്കുറിച്ച് തന്നെ ഇങ്ങനെ മോശം പറയാൻ സാധിക്കുന്നത്? രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന പഴയ കേന്ദ്രമന്ത്രി തിരുവനന്തപുരത്ത് വളരെ കുറച്ച് വോട്ടുകൾക്ക് മാത്രം തോറ്റ MP, വളരെ കുറച്ച് വോട്ടുകൾക്ക് മാത്രമാണ് അദ്ദേഹം തോറ്റത് ശശി തരൂരിനോടൊപ്പം. അദ്ദേഹത്തിന് പോലും സിന്ധു സൂര്യകുമാറിന്റെ ഭയമാണ്. അതായത് സിന്ധു സൂര്യകുമാർ ഹിന്ദുവിൻ്റെ നെഞ്ചത്ത് തൊട്ടാൽ ചോദിക്കാനും പറയാനും ഇവിടെ ഒരു ഹിന്ദുക്കൾ പോലും ഇല്ല എന്നുള്ളതാണ്. ഇപ്പൊ സിന്ധു സൂര്യകുമാറിനെതിരെ പരാതിയൊക്കെ പോയിട്ടുണ്ട്. ആ പരാതിയിൽ എത്രമാത്രം നടപടി സ്വീകരിക്കുമെന്നും ആ പരാതി എത്രമാത്രം എന്താ പറയുക ലീഗലായി പോകുമെന്നൊന്നും നമുക്കറിയില്ല. കുംഭമേളയെക്കുറിച്ച് മതവികാരം വ്രണപ്പെടുത്തുന്ന പരാമർശങ്ങൾ നടത്തിയതിന് സിന്ധു സൂര്യകുമാറിനെതിരെ പത്തനംതിട്ട SP പരാതി കിട്ടിയിട്ടുണ്ട്. ഏഷ്യനെറ്റിന്റെ കവർ സ്റ്റോറി എന്ന പരിപാടിയിൽ പ്രയാഗ്രാജിൽ നടന്ന കുംഭമേളയെയും ഹൈന്ദവരുടെ വികാരം വ്രണപ്പെടുത്തുന്നതിൽ അതിൻ്റെ പേരിൽ പരിപാടി അവതരിപ്പിച്ച സിന്ധു സൂര്യകുമാറിനെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത്. ജില്ലാ പോലീസ് മേധാവിക്കാണ് പരാതി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഈ സിന്ധു സൂര്യകുമാറിനെതിരെ പരാതി കൊടുത്താൽ ആ പരാതി എത്രത്തോളം ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ചാനൽ മേധാവിയായ രാജീവ് ചന്ദ്രശേഖറിന് പോലും സിന്ധു സൂര്യകുമാറിനെ ഭയമായ സ്ഥിതിക്ക് എങ്ങനെയാണ് സിന്ധു സൂര്യകുമാറിനെതിരെ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിക്ക് കേസെടുക്കാൻ കഴിയുക എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഇത് ഓരോ മാധ്യമ പ്രവർത്തകർക്കുമുള്ള പാഠമാണ്. നല്ലവരായ ഒരുപാട് മുസ്ലിംസ് കുംഭമേളയെ സിന്ധു സൂര്യകുമാർ വിമർശിച്ചതിനെതിരെ രംഗത്തെത്തിയിരുന്നു. പോസ്റ്റുകളുമായി പലരും രംഗത്തെത്തിയിരുന്നു. അവർ ചോദിക്കുന്നത് കുംഭമേള എന്ന് പറയുന്നത് ഒരു ആത്മീയ സംഗമമാണ്. പല മുസ്ലിംസും അവിടെ പോകുന്നുണ്ട്, പല ക്രിസ്ത്യൻസും അവിടെ പോകുന്നുണ്ട്, ജൈന ബുദ്ധ പാഴ്സി മതത്തിൽപ്പെട്ട പലരും അവിടെ പോകുന്നുണ്ട്. അതൊക്കെ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ്, ഇഷ്ടത്തിനനുസരിച്ചാണ്. സിന്ധു സൂര്യകുമാർ ഇപ്പോൾ ഒരു പള്ളിയിൽ പോകുന്നു അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ ദേവാലയത്തിൽ പോകുന്നു. സിന്ധു സൂര്യകുമാറിനോട് അവിടെ പോകരുത് എന്ന് പറയാൻ ഈ രാജ്യത്തുള്ള ആർക്കും അവകാശമില്ല. നിങ്ങൾ എന്തിനു പോയി എന്ന് ചോദിക്കാനുള്ള അവകാശം പോലുമില്ല. നിങ്ങൾ പോകുന്നിടത്തൊക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ വാർത്തകൾ നിങ്ങൾ ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് മൈലേജ് ഉണ്ടാക്കാനും നിങ്ങളുടെ PR വർക്കുമാണ് എന്ന് പറയാൻ പോലുമുള്ള അവകാശം കേരളത്തിൽ ആർക്കുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എന്ത് ധൈര്യത്തിൻ്റെ പേരിലാണ് ഹൈന്ദവരുടെ വികാരമായി അവർ കണക്കാക്കുന്ന, അവർ അതിനെ മോശപ്രാപ്തിക്കുള്ള ഒരു ആദ്യത്തെ ചുവടുപടിയായി കണക്കാക്കുന്ന കുംഭമേളയെ അവഹേളിച്ചിട്ടും സിന്ധു സൂര്യകുമാർ ഏഷ്യനെറ്റിൽ തുടരുന്നു എങ്കിൽ സിന്ധു സൂര്യകുമാറിന് ഏഷ്യനെറ്റിൽ നിന്ന് ഒരു ദിവസത്തെ സസ്പെൻഷൻ പോലും നൽകാൻ അവിടുത്തെ ചാനൽ മേധാവി തയ്യാറായിട്ടില്ല എങ്കിൽ സിന്ധു സൂര്യകുമാറിനെതിരെ നടപടി സ്വീകരിക്കാൻ കേരള പോലീസിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പരാതി നൽകിയിട്ടും ആ പരാതിയിന്മേൽ കേസെടുക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ എന്താണ് ചിന്തിക്കേണ്ടത്? സിന്ധു സൂര്യകുമാർ ഉൾപ്പെടെയുള്ളവർ ഇവിടത്തെ ഹൈന്ദവർക്ക് നൽകിയിരിക്കുന്ന പുല്ലുവിലയെക്കുറിച്ചാണ്. ഹൈന്ദവരെക്കുറിച്ച് എന്തു പറഞ്ഞാലും, ഹൈന്ദവരെക്കുറിച്ച് എന്ത് തോന്നിവാസം വിളിച്ചു പറഞ്ഞാലും അത് നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനമാണ്, നേരോടെ നിരന്തരം നിർഭയം എന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ വലിയ വാക്കിൽ പറയും. പക്ഷേ ഞങ്ങൾ ഹിന്ദുവിൻ്റെ നെഞ്ചത്ത് കയറി പൊങ്കാലയിടും. ആരെ? മുസ്ലിങ്ങളെ സുഖിപ്പിക്കാനാണോ നിങ്ങളിതൊക്കെ പറഞ്ഞത്? പക്ഷേ നല്ലവരായ മുസ്ലിങ്ങൾ സുഖിച്ചിട്ടില്ല മാഡം. അവർ നിങ്ങൾക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് അർഹതയാണ്, അവകാശമാണ് ഹിന്ദുക്കളെക്കുറിച്ച് പറയാൻ എന്നാണ് ഓരോ മുസ്ലിം സഹോദരങ്ങളും ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് നിങ്ങൾക്ക് മറുപടി ഇല്ല എങ്കിൽ ഇനി ഇത്തരത്തിലുള്ള സ്റ്റോറികളുമായി, ഫേക്ക് സ്റ്റോറികളുമായി നിങ്ങൾ വരാതിരിക്കുക.